എവിടെ വെച്ച് നടത്തുന്നു, എങ്ങനെ സൗണ്ടിന് ഇച്ചിരി ഒച്ചയുണ്ട്, ഇതൊന്നും അല്ല അതിൻ്റെ അകത്തെ കാര്യം. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. Such meetings are called great meetings, not because of the crowd or anything else, or sittings or anything else, or the voice or anything like that, but because our God is present here. പിന്നെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ദൈവം ഒത്തിരി ഭയങ്കര ലോകത്തിൽ പ്രശസ്തരായ ആളുകളെയല്ല ഉപയോഗിക്കുന്നത്. God never uses or rarely uses the very famous ones for his ministry. അല്ല, ലോകത്തിലെ ആളുകൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആളുകളെ അല്ല ദൈവം കാര്യങ്ങൾ. Neither does God use anyone who is so beloved to this world. ദൈവത്തിന് ഇഷ്ടമുള്ള കുറെ ആളുകളെ ആയിരിക്കും ദൈവം ഉപയോഗിക്കുന്നത്. God always uses people whom he likes. അത് നമ്മളത് ദൈവമായിട്ടുള്ള അടുപ്പത്തിൽ വരുമ്പോൾ നമുക്കറിയാം നമ്മളെ ദൈവം ഉപയോഗിക്കുന്നുണ്ടോ, ദൈവത്തിന് നമ്മളോട് ഇഷ്ടമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകും. When we get closer to our God, we will know that God loves us and God will use us. പിന്നെ പാട്ടിൻ്റെ ഒരു വലിയ പ്രത്യേകതയുള്ളത്, ഈ പാട്ട് ഭയങ്കര ഇതിനൊരു മാസ്മര ശക്തിയുള്ള ഒരു സാധനമാണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്തുകൊണ്ടാണ്? Usually people always say that song has the power to influence. Why? ഇത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ഒരു മീഡിയയാണ്. This is a media that is in God's presence, God's side. അപ്പോൾ അത് മനുഷ്യൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ ഈ അങ്ങലാവണ്യം വർണ്ണിക്കുക, ഇങ്ങനെ ഈ വൃത്തികെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അതിനെ പ്രയോഗിച്ച് അത് ജനത്തിന് ഇഷ്ടമാണ്. ജനത്തിന് ഇഷ്ടം ഒരു നല്ല കാര്യമല്ല. എപ്പോഴും നമ്മൾ എവിടോട്ട് നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണിന് കമനീയമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ നമുക്ക് ശരീരത്തിന് പ്ലഷർ തരുന്ന കാര്യങ്ങളിലാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത്. So music is a divine gift and God gave it to human beings, but unfortunately human beings started using it for evil purposes or singing about love or lust, something like that. പക്ഷേ വാസ്തവത്തിൽ ഇതിൻ്റെ ലോകത്തിലെ പാരമ്യം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി പാടുക, ദൈവത്തെ പാടി ഇവിടെ മഹത്വപ്പെടുത്തുക, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. But the most blessed thing here is that we use this music to exalt our God's name. നിങ്ങൾക്ക് അത് വന്ന് കേൾക്കാനും അത് വന്ന് പാടാനും ഒക്കെ എനിക്കിടയായതും ഒക്കെ ഇല്ല. ഇതൊരു വലിയ കാര്യമാണ്. It's a great thing that you have been able to come here and listen to this music, and for me to come here and sing this. ഒരു 100-150 വർഷം പഴക്കത്തിലുള്ള നമ്മുടെ കേരളത്തിലുള്ള ഒരാൾ എഴുതിയ മറ്റൊരു പാട്ടുണ്ട്. അഖിലേശ നന്ദനനും അഖിലാണ്ട നായകനും അഖില ഗുണമുടയോ ഒരു പരമേശനും എന്നുള്ളൊരു മലയാള പാട്ടുണ്ട്. There is a song in Malayalam, just like dear servant, dear pastor said, and it has been penned down 150 years back in Kerala. ഒരു ബ്രാഹ്മണൻ രക്ഷിക്കപ്പെട്ടപ്പോഴത്തേക്കിന് അദ്ദേഹത്തിന് ഭയങ്കരമായ തീവ്രമായ ക്രിസ്തീയ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയൊരു മനുഷ്യൻ. A Brahmin once was saved and he had to go through fiery experiences, and this song was written by him. അദ്ദേഹത്തിന്റെ പേര് വിദ്വാൻകുട്ടി എന്ന് പറയും. ഇക്സ്തുസ് ജോസഫ് എന്നറിയപ്പെടുന്ന ആ മനുഷ്യൻ. His name is Vidwankuti. അദ്ദേഹം എഴുതിയ ഈ പാട്ട് പീലാത്തോസിന്റെ മുമ്പിൽ മൗനമായി നിന്ന് ക്രിസ്തുവിന് ഒരു മംഗളഗാനം എന്നും പറഞ്ഞാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. This song is described as Jesus who was silent before Pilate. പീലാത്തോസിന്റെ മുമ്പിൽ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ കയ്യും കെട്ടി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അവന് പീലാത്തോസ് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കിന് കർത്താവ് പറഞ്ഞൊരു മറുപടിയുണ്ട്, സ്വർഗത്തിൽ നിന്ന് ഒരു അധികാരം കിട്ടാതെ നിനക്ക് എൻ്റെ മേലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. Jesus did not have any reason to stand so silent before Pilate, but because Jesus at one time confronts Pilate like, Jesus confronts Pilate. You have got authority from heaven or high. That's why you are able to condemn me. പാവം പീലാത്തോസ് വിചാരിച്ച അദ്ദേഹത്തിൻ്റെ ഉടുപ്പും ആ സിംഹാസനവും ഒക്കെ വെച്ച് എന്തെങ്കിലും കർത്താവിൻ്റെ മേൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. Pilate one time thought that he could do something from his own power and his authority, but he couldn't do anything to Jesus. ഒരു രാത്രി മുഴുവനും പന്ത് തട്ടുന്ന പോലെ ദൈവത്തിന്റെ പുത്രനായിട്ട് തട്ടാൻ വേണ്ടി കൊടുക്കുകയായിരുന്നു ഇവരുടെ കയ്യിൽ. Pilate handed over Jesus to be God handed over Jesus in the hands of human beings to be treated like a football. ഈ അനുഭവം നമുക്ക് നരകത്തിൽ ഉണ്ടാകേണ്ടതായിരുന്നു. നമ്മളെ വീണ്ടെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം വന്നപ്പോൾ അങ്ങനെ ചെയ്തതാണ്. In fact, this experience was reserved for us, but God moved it and Jesus took it upon himself. സ്വർഗത്തിൽ യേശുക്രിസ്തു അനുഭവിക്കുന്ന ആ ദൈവത്തിന്റെ മടിയിൽ താൻ അനുഭവിക്കുന്ന സന്തോഷം നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറത്തുള്ളതാണ്. The joy Jesus enjoys in heaven is
much far beyond our imagination. എന്നാൽ പാവപ്പെട്ട നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി കീറ്റ് തുണിയിൽ വന്ന് പിറന്നു വീഴുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സായി. And God destined himself so that he will come down and be born on earth for our sins. അഖിലേശനന്ദനനും അഖിലാണ്ട നായകൻ അഖില ഗുണമുടയൊരു പരമേശനോ. അഖിലേശനന്ദനനും അഖിലാണ്ട നായകൻ അഖില ഗുണമുടയൊരു പരമേശനോ. ഇഹലോകമതിൽ മനുജ മകനായി വന്നവൻ സകലാധികാരമുള്ള മനുവേലനു. ജയമംഗളം നിത്യശുഭമംഗളം. ജയമംഗളം നിത്യശുഭമംഗളം. അഖിലേശനന്ദനനും അഖിലാണ്ട നായകൻ അഖില ഗുണമുടയൊരു പരമേശനോ. സാധനങ്ങൾ ജ്വലിച്ചിടമേ കാട്ടി ജ്വലിച്ചിടം വേഗമൊരു ദൂതഗണം പാഞ്ഞു വരവേ. സാധനങ്ങൾ ജ്വലിച്ചിടമേ കാട്ടി ജ്വലിച്ചിടം വേഗമൊരു ദൂതഗണം പാഞ്ഞു വരവേ. ലോകാവസാനമതിൽ മേഘങ്ങളിൽ കോടി സൂര്യനെ പോലെ വരും മനുവേലനും. സൂര്യനെ പോലെ വരും മനുവേലനും. അഖിലേശനന്ദനനും അഖിലാണ്ട നായകൻ അഖില ഗുണമുടയൊരു പരമേശനോ. പരമസുരനായോർത്തു പാരിടമടക്കിയും പരമശാലേം പുരി പാരിതിലിറക്കിയും. പരമസുരനായോർത്തു പാരിടമടക്കിയും പരമശാലേം പുരി പാരിതിലിറക്കിയും. പരമസന്തോഷങ്ങൾ പാരിതിൽ വരുത്തിയും പരിചോടു വാഴുന്ന മനുവേലനു. പരിചോടു വാഴുന്ന മനുവേലനും. അഖിലേശനന്ദനനും അഖിലാണ്ട നായകൻ അഖില ഗുണമുടയൊരു പരമേശനോ. ഇഹലോകമതിൽ മനുജ മകനായി വന്നവൻ സകലാധികാരമുള്ള മനുവേലനു. ജയമംഗളം നിത്യശുഭമംഗളം. ജയമംഗളം നിത്യശുഭമംഗളം. ദേശനന്ദനനും അഖിലാണ്ട നായകൻ അഖില ഗുണമുടയൊരു പരമേശനോ. മകനായി വന്നവൻ സകലാധികാരമുള്ള മനുവേലനു. ജയമംഗളം നിത്യശുഭമംഗളം. ജയമംഗളം നിത്യശുഭമംഗളം. ജയമംഗളം നിത്യശുഭമംഗളം.